ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. പുറത്തോട്ടല്ല, ഹെൽത്ത് സെൻറ്ററിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് മോൾക്ക് 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല വേദനയുള്ളൊരു വാക്സിനേഷനാണ്. എന്തായാലും എന്താകുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ ഇപ്പം വരും. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഒന്നും അറിയാതെ വണ്ടിയിൽ പോകുന്ന സന്തോഷത്തിൽ അവൾ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന് അവൾ അറിയത്തില്ലല്ലോ കുഞ്ഞിന്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്താണെന്ന് കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അവൾക്ക് എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ഓട്ടോ കയറി നല്ല കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. ഒരു 11:30 സമയമൊക്കെ ആണെങ്കിലും നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണേ. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഈ ഇഞ്ചക്ഷൻ നല്ല വേദനയുള്ളതാണ്. അപ്പോൾ കുഞ്ഞിന് 2 ദിവസം നല്ല അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആലോചിച്ച് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇതാണ് കേട്ടോ നാവായിക്കുളം അമ്പലം. അപ്പം ഈ പരിസരങ്ങളിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ നാവായിക്കുളം അമ്പലം. പിന്നെ ഈ ഒരു നാവായിക്കുളത്ത് ഞങ്ങൾക്ക് കുറേ നൊസ്റ്റാൾജിക്ക് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കല്ല, എനിക്ക്. കാരണം എൻ്റെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാലഘട്ടം നാവായിക്കുളം ഗവൺമെൻറ് സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വഴികളൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു ഇതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട്. നമ്മളന്ന് പഠിക്കാൻ പോയ ആ ഒരു കാലം നമ്മൾ മിസ്സ് ചെയ്യുമല്ലോ. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ബുധനാഴ്ചകളിൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല. 2-3 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല വേദനയായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു, 2 കാലിലും 1 കൈയിലും. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ള അവളുടെ വിഷമഭാവമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് 1/2 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വരും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റത്തുള്ളേ. അങ്ങനെ 1/2 മണിക്കൂർ അവിടെ ഇരുത്തി അവളെ സമാധാനിപ്പിച്ച് അവളുടെ വേദനയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് വരാനുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വരുമ്പോഴാണ് ശരിക്കും വേദന കൂടുന്നത്. ഒരു ഇഞ്ചക്ഷൻ, അതായത് ഇടത് കാലിലെടുത്ത ഇഞ്ചക്ഷനാണ് കേട്ടോ നല്ല വേദനയും പനിയും ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മരുന്നും തരും. പിന്നെ നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി പിന്നെ നാവായിക്കുളത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ. കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിൽ വന്ന കേട്ടോ. വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അവൾക്ക് പനിയുടെ മരുന്ന് നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തരും. അപ്പോൾ വന്ന ആക്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ കൊടുത്തു. അപ്പോൾ കുടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. എങ്ങനെയെങ്കിലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വേദനയും പനിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഹായ്. അപ്പോൾ ഇനിയിപ്പം വേദന തുടങ്ങും. കാരണം നല്ല വേദനയുള്ള ഇഞ്ചക്ഷനാണ് കേട്ടോ. 1.5 വയസ്സിൻ്റെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു വാക്സിനേഷൻ എടുക്കാൻ പോയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്സിനേഷൻ എനിക്ക് തോന്നുന്നു എല്ലാവരും എടുക്കുന്ന വാക്സിനേഷനാണ്. അത് എടുക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ആണല്ലോ നമുക്ക് വലുത്. വേദനയാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇത് എടുക്കേണ്ടുന്ന ഇഞ്ചക്ഷനാണ്. ഇനിയിപ്പോൾ 1.5 വയസ്സിൻ്റെ കഴിഞ്ഞാൽ പിന്നീട് ഇനിയുള്ളത് 5 വയസ്സിനേ ഉള്ളൂ കേട്ടോ. 5 വയസ്സിനാണ് ഇനി എടുക്കാനുള്ളത്. ആദ്യം നമ്മൾ 1.5 മാസം, അതായത് 45 കഴിഞ്ഞാൽ പിന്നെ 3.5 മാസം, പിന്നെ 6 മാസം, പിന്നെ 9 മാസം, പിന്നെ 1.5 വയസ്സ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു 5 വയസ്സ് പൂർത്തിയായിട്ടാണ് അടുത്ത ഇഞ്ചക്ഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അപ്പോൾ എന്താണ്, വേറെ ഒന്നുമില്ല. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റ ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ
സബ്സ്ക്രൈബോട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ബൈ.